കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് നീലേശ്വരം മേഖലാ സമ്മേളനം 2026 ജനുവരി 17 നീലേശ്വരത്ത് നടക്കും. മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് നീലേശ്വരം മേഖലാ സമ്മേളനം 2026 ജനുവരി 17 നീലേശ്വരം ഗ്രാൻഡ് വ്യൂ റെസിഡൻസിയിൽ നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി നിർവഹിച്ചു. ഇപ്പോ നമ്മുടെ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന നിലയിലാണെങ്കിൽ മറ്റു വൻകിട കുത്തകകൾ ഈ മേഖലയിലേക്ക് വന്നു കയറിയാൽ പിടിച്ചു നിൽക്കാൻ പ്രയാസം വരും. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ മൊബൈൽ സേവന ദാതാക്കൾ ഒരു 10 വർഷം മുമ്പ് വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർക്കെല്ലാം അറിയാം, നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു സേവന ദാതാക്കളായി. ഇന്നത് കേവലം 2-3 കമ്പനികളിലേക്ക് മാറ്റപ്പെട്ടു. മുമ്പ് നമുക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും വില കുറച്ചുകൊണ്ടാണ് പുതിയ കമ്പനികൾ രംഗത്തേക്ക് വന്നത്. സൗജന്യമായിട്ട് 1 വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഏത് മലയാളിയും ഏത് ഇന്ത്യക്കാരനും ആ സർവീസിലേക്ക് മാറും. തുടർന്ന് NMCN ഹാളിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, NMCN ചെയർമാൻ രാജീവൻ കരിങ്ങാട് എന്നിവർ സംസാരിച്ചു. COA നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP സ്വാഗതവും മേഖലാ ട്രഷറർ CV സുകേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.